വൺ ഐ ആം റിസ പർവീൻ. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 4 മെർജർ സ്ട്രാറ്റജിയിലെ ടോപ്പിക് വാല്യൂ ക്രിയേഷൻ ത്രൂ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ആണ്. പേജ് നമ്പർ 155. ഇതിൽ പറയുന്നത് ഒരു മെർജേഴ്സും അതുപോലെ അക്വിസിഷനും വഴി ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ആ ക്രിയേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 1+1=3 ആണ്. അപ്പോൾ ഈ 1+1=3 എന്ന കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ വഴി ഫേംസൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ 1+1=3 എന്ന കോൺസെപ്റ്റിനെ നമുക്ക് സിനർജി എന്നും പറയും. അപ്പോൾ ഈ ഒരു സിനർജി എന്നൊരു കോൺസെപ്റ്റിൽ, അതായത് 1+1=3 എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കമ്പനി മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെർജ്ഡ് ആയിട്ടുള്ള കമ്പനി, അതായത് ആ രണ്ട് കമ്പനീസും തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്പൈൻഡ് ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ രണ്ട് ഇൻഡിവിജ്വൽ കമ്പനീസിൻ്റെ വാല്യൂസിൻ്റെ സമ്മിനേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് രണ്ട് കമ്പനീസ് കമ്പൈൻ ചെയ്ത് ഒറ്റൊരു സിംഗിൾ കമ്പനി ആയിട്ട് മാറുമ്പോൾ ആ രണ്ട് കമ്പനീസിൻ്റെയും വാല്യൂവിൻ്റെ സമ്മിനേക്കാൾ കൂടുതലായിരിക്കും ആ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ആ ഒരു പുതിയ ഫേമിൻ്റെ വാല്യൂ എന്നാണ് പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഈ എ എന്ന് പറയുന്ന കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനിയും മെർജ് ചെയ്തിട്ട് എ ബി എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് മാറുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ എ എന്ന് പറയുന്ന കമ്പനിക്ക് ഈ ഒരു മെർജ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു എ എന്ന കമ്പനിക്ക് ഉണ്ടായിരിക്കുന്ന വാല്യൂ ഫോർ എക്സാമ്പിൾ 2 ആണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു മെർജ് ചെയ്യുന്നതിന് മുമ്പ് ബി എന്ന കമ്പനിക്ക് ഉണ്ടായിരിക്കുന്ന വാല്യൂ ഇതുപോലെ 2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ മെർജ് ചെയ്തതിന് ശേഷം ഈ ഒരു എയും ബിയും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ഫേമായിട്ട് മാറുക. അങ്ങനെ മാറുമ്പോൾ ആ കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2+2=4 ആണ് അല്ലേ. ബട്ട് ഇവിടെ പറയുന്നത്, ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്, ഈ രണ്ട് കമ്പനീസും തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2+2=4 ആയിരിക്കില്ല, 2+2=5 ആയിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ആ രണ്ട് കമ്പനീസിൻ്റെ വാല്യൂസ് തമ്മിൽ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, ഇപ്പോൾ 2+2=4 എന്ന് കിട്ടുന്ന ആ വാല്യൂവിനേക്കാൾ വലുതായിരിക്കും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കിട്ടുന്ന വാല്യൂ എന്നാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. പിന്നെ പറയുന്നത് the term value means in the context of mergers and acquisition. പിന്നെ മെർജേഴ്സ് ആൻഡ് അക്വിസിഷനിലെ കോണ്ടെക്സ്റ്റിൽ വാല്യൂ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് കുറച്ച് പോയിൻറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് സിനർജീസ് ആൻഡ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ. ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 1+1=3 എന്ന കോൺസെപ്റ്റാണ് സിനർജി. ആ കോൺസെപ്റ്റിനെയാണ് സിനർജി എന്ന് പറയുക. അതായത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു രണ്ട് ഫേമിൻ്റെയും ഇൻഡിവിജ്വൽ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കണം. അതാണ് സിനർജി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഗെയിൻ ആക്സസ് ടു ന്യൂ മാർക്കറ്റ് കസ്റ്റമേഴ്സ് ആൻഡ് പ്രൊഡക്ട്സ്. പുതിയ പ്രൊഡക്റ്റ്, അതുപോലെ കസ്റ്റമേഴ്സ്, മാർക്കറ്റ്സ്, ഇതിനൊക്കെ കൂടുതൽ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ഒക്കെ ചെയ്യുന്നത്. ദെൻ തേർഡ് പോയിന്റ് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫോർത്ത് പോയിന്റ് പറയുന്നത് ആക്സസ് ടു ന്യൂ ടെക്നോളജി ആൻഡ് നോളജ്. ന്യൂ ടെക്നോളജി അതുപോലെ ന്യൂ നോളജ്, ഇതിനൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നാണ് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് എബിലിറ്റി ടു ലിമിറ്റ് കോമ്പറ്റീഷൻസ് ഓർ ഗെയിൻ മാർക്കറ്റ് ഷെയർസ്. പിന്നെ പറയുന്നത് കോമ്പറ്റീഷൻസൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മാർക്കറ്റ് ഷെയർസൊക്കെ കൂടുതൽ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എബിലിറ്റിക്കും കൂടി വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്.
ഈ ഒരു മെർജേഴ്സ് ആൻഡ് അക്വിസിഷനിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് mergers will create an economic advantages when the combined present value of the merged firm is greater than the sum of their individual present value as separate entities. ഇൻഡിവിജ്വൽ പ്രസൻറ്റ് വാല്യൂ, അതായത് രണ്ട് കമ്പനീസിൻ്റെയും ഒറ്റയ്ക്കുള്ള ആ ഒരു പ്രസൻറ്റ് വാല്യൂവിനേക്കാൾ കൂടുതലാണ് അതിൻ്റെ കമ്പൈൻഡ് പ്രസൻറ്റ് വാല്യൂ എങ്കിൽ ആ മെർജർ ഒരു ഇക്കണോമിക് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് കമ്പനീസ് ഉണ്ട്. ഒരു എക്സ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അതുപോലെ തന്നെ ഒരു വൈ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അതിൽ എക്സിൻ്റെ വാല്യൂ വി എക്സ് ആണ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ വൈയുടെ വാല്യൂ ഇവിടെ വി വൈ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സും വൈയും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ മെർജ് ചെയ്തിട്ട് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫേം ആയിട്ട് മാറുക. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വി എക്സ് വൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ ഒരു വി എക്സ് വൈ, അതായത് ആ ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള രണ്ട് ഫേമും കൂടിയിട്ടൊരു ഫേം ആയിട്ടുള്ള അതിൻ്റെ വാല്യൂ ആണ് ഈ വി എക്സ് വൈ എന്ന് പറയുന്നത്. ആ വി എക്സ് വൈ എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? വി എക്സ് പ്ലസ് വി വൈ ഗ്രേറ്റർ ദാൻ വി എക്സ് പ്ലസ് വി വൈ എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ രണ്ട് കമ്പനീസിൻ്റെയും ഒറ്റയ്ക്കുള്ള വാല്യൂവിൻ്റെ സമ്മിനേക്കാൾ കൂടുതലായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് മെർജർ ഫേമിൻ്റെ ഇക്കണോമിക് അഡ്വാൻറ്റേജസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്നും പറയുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷൻ പറയുന്നത് ഇക്കണോമിക് അഡ്വാൻറ്റേജസ് ദാറ്റ് ഈസ് ഇ എ ഈസ് ഈക്വൽ ടു വി എക്സ് വൈ മൈനസ് വി എക്സ് പ്ലസ് വി വൈ. ഇതിൽ പറയുന്നത് ഈ ഒരു കമ്പൈൻഡ് ഫേമിൻ്റെ വാല്യൂവും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫേമിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇവിടെ ഇക്കണോമിക് അഡ്വാൻറ്റേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് മെർജറിൽ കോസ്റ്റ് ഇൻവോൾവ് ആണ് എന്ന് പറയുന്നതാണ്. മെർജർ ഓർ അക്വിസിഷൻസ് ഇൻവോൾവ് കോസ്റ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പനിയെ നമുക്ക് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് നമ്മളൊരു പ്രൈസ് പേ ചെയ്യണം. ആ പേ ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് മെർജർ ഓർ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുക എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ഇക്കണോമിക് അഡ്വാൻറ്റേജ് കോസ്റ്റ് ഓഫ് മെർജറിനേക്കാൾ കൂടുതലാണെങ്കിൽ നെറ്റ് ഇക്കണോമിക് അഡ്വാൻറ്റേജസ് പോസിറ്റീവ് ആയിരിക്കും എന്നും കൂടി പറയുന്നുണ്ട്. ദെൻ ഇവിടെ വേറൊരു ഇക്വേഷനും കൂടി വരുന്നുണ്ട്. നെറ്റ് ഇക്കണോമിക് അഡ്വാൻറ്റേജസ് ഈസ് ഈക്വൽ ടു ഇക്കണോമിക് അഡ്വാൻറ്റേജസ് മൈനസ് കോസ്റ്റ് ഓഫ് മെർജർ. അതായത് ഈ ഒരു നെറ്റ് ഇക്കണോമിക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്കണോമിക് അഡ്വാൻറ്റേജസും കോസ്റ്റ് ഓഫ് മെർജറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് വാല്യുവേഷൻ ഓഫ് ഫേം അണ്ടർ മെർജർ ആൻഡ് അക്വിസിഷൻ. ഇതിൽ പറയുന്നത് ഇപ്പോൾ കമ്പനീസൊക്കെ വാല്യൂ ചെയ്യാനായിട്ട് ഓരോ ബേസിസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ കമ്പനീസിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലല്ലേ അക്വയർ ചെയ്യണോ അല്ലെങ്കിൽ മേർജ് ചെയ്യണോ എന്നൊക്കെ നമ്മൾ തീരുമാനം എടുക്കുള്ളൂ. അല്ലാതെ പെട്ടെന്ന് പോയിട്ട് നമ്മളത് അക്വയർ ചെയ്യുകയോ മേർജ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതിൽ ഓരോ കമ്പനീസിൻ്റെ ഒക്കെ വാല്യൂ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ ഒരു സെയിം ഇൻഡസ്ട്രിയിൽ തന്നെ ഡിഫറെൻറ്റ് കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് കമ്പനീസ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സെയിം ഇൻഡസ്ട്രിയിലുള്ള ഡിഫറെൻറ്റ് കമ്പനീസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ കമ്പനീസിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂലേ. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുന്ന നല്ലൊരു മെത്തേഡാണ് അതെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ ടാർഗറ്റ് കമ്പനീനെ ആക്സസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് വെറൈറ്റി ഓഫ് മെത്തേഡ്സും ടൂൾസ് ആൻഡ് ടെക്നിക്സൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അതിൽ കുറച്ച് മെത്തേഡ്സാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് കമ്പാരറ്റീവ് റേഷ്യോസ്. ആ കമ്പാരറ്റീവ് റേഷ്യോസിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. പ്രൈസ് ഏർണിംഗ് റേഷ്യോ, PE റേഷ്യോ, അതുപോലെ തന്നെ എൻ്റർപ്രൈസസ് വാല്യൂ ടു സെയിൽസ് റേഷ്യോ, EV റേഷ്യോ എന്ന് പറയും, EV സെയിൽസ്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ, PE റേഷ്യോ എന്താണെന്ന് നോക്കാം. ഇതിൽ പറയുന്നത്, ഈ ഒരു റേഷ്യോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അക്വയറിംഗ് കമ്പനി ടാർഗറ്റ് കമ്പനിക്ക് അതിൻ്റെ ഏർണിങ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ സെയിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ സ്റ്റോക്കിൻ്റെയും പ്രൈസ് ഏർണിംഗ് റേഷ്യോ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാർഗറ്റ് കമ്പനിയുടെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ അതിലെ മൾട്ടിപ്പിൾസൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നാണ് ഇതിൽ പറയുന്നത്, ഈ ഒരു ഫസ്റ്റ് റേഷ്യോയിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് എൻ്റർപ്രൈസസ് വാല്യൂ ഓഫ് സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത്, EE സെയിൽസ്. ഇതിൽ പറയുന്നത് ഒരു ഇൻഡസ്ട്രിയിലുള്ള കമ്പനീസിൻ്റെ ഒക്കെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ഈ ഒരു അക്വയറിംഗ് കമ്പനി മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിന് ശേഷം ടാർഗറ്റ് കമ്പനിക്ക് ആ ടാർഗറ്റ് കമ്പനിയുടെ ഏർണിങ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫർ ചെയ്യുമെന്നാണ് പറയുന്നത്. അതാണ് കമ്പാരറ്റീവ് റേഷ്യോസിലെ രണ്ടാമത്തെ പോയിൻറ്റ്സ് എൻ്റർപ്രൈസസ് വാല്യൂ സെയിൽസ് റേഷ്യോയിൽ പറയുന്നത്. കമ്പാരറ്റീവ് റേഷ്യോയിൽ രണ്ടെണ്ണമാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ, അതുപോലെ തന്നെ എൻ്റർപ്രൈസസ് വാല്യൂ ടു സെയിൽസ് റേഷ്യോ. ദെൻ നെക്സ്റ്റ് മെത്തേഡ് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റാണ്. ഈ മെത്തേഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് കമ്പനീനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, ആ ഒരു റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അക്വിസിഷൻ നടക്കുന്നത് ഇവിടെ. അപ്പോൾ ഒരു കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയിലെ സ്റ്റാഫിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ അവിടെയുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ കോസ്റ്റും ഇങ്ങനെയൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് ഒരു കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അക്വയറിംഗ് കമ്പനിക്ക് വേണമെങ്കിൽ ആ ഒരു ടാർഗറ്റ് കമ്പനീനെ ആ ഒരു പ്രൈസിൽ വാങ്ങാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ആ സെയിം കോസ്റ്റിന് ഒരു കോമ്പറ്റീറ്ററിനെ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ പറയുന്നത്. ദ നെക്സ്റ്റ് മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ, DCF എന്ന് പറയും. ഇതിൽ പറയുന്നത് കമ്പനീസിനൊക്കെ വാല്യൂ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ഈ DCF മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെർജേഴ്സും അതുപോലെ അക്വിസിഷൻസൊക്കെ നടക്കുന്ന സമയത്ത് അക്വയറിംഗ് കമ്പനി ആ ഒരു ടാർഗറ്റ് കമ്പനിയുടെ ബിസിനസ്സിനെയാണ് ഇവിടെ വാങ്ങുന്നത്. അല്ലാതെ ഒരു സ്പെസിഫിക് അസറ്റൊന്നല്ല മേടിക്കുന്നത്, ആ കമ്പനിയുടെ ബിസിനസ്സിനെയാണ് മേടിക്കുന്നത്. ആ ഒരു മൊത്തം ടാർഗറ്റ് കമ്പനിയുടെ ബിസിനസ്സിനെ ഈ ഒരു അക്വയറിംഗ് കമ്പനി വാങ്ങുമ്പോൾ അതൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു അക്വയറിംഗ് കമ്പനി ടാർഗറ്റ് കമ്പനിയുടെ ബിസിനസ് വാങ്ങുന്ന സമയത്ത് അവിടെ ആ ഒരു അക്വയറിംഗ് കമ്പനിക്ക് അവിടെ ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഈ കോസ്റ്റൊക്കെ അക്വയറിംഗ് കമ്പനി ഇൻകർ ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഒരുപാട് ബെനിഫിറ്റ് കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഈ അക്വയറിംഗ് കമ്പനി മാത്രം കോസ്റ്റൊക്കെ എൻക്വയർ ചെയ്തിട്ട് ഈ ടാർഗറ്റ് കമ്പനീനെ മേടിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാർഗറ്റ് കമ്പനിയുടെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ അക്വിസിഷൻ അക്വയറിംഗ് കമ്പനിക്ക് അഡ്വാൻറ്റേജ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് ഈ ഒരു DCF ടെക്നിക്ക് വെച്ചിട്ട് മെർജേഴ്സിനെയും അതുപോലെ തന്നെ അക്വിസിഷനെയും ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റുമെന്നും ഇതിൽ പറയുന്നുണ്ട്.
പിന്നെ പറയുന്നത് ഈ ഒരു DCF ടെക്നിക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസൊക്കെ വേണം. അല്ലാതെ വെറുതെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. കുറച്ച് ഇൻഫർമേഷൻസൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണ് പറയുന്നതാണ് ദ ടൈം പീരീഡ് ഫോർ ദി ഇവാലുവേഷൻ ഓഫ് ദി ഡീൽ ഈസ് ഡിറ്റർമൈൻഡ് if depends upon the period for which the benefit of mergers are expected to be available to the combined firm. അതായത് ഈ ഒരു മെർജർ ആൻഡ് അക്വിസിഷൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരു ടൈം പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ എപ്പോൾ വേണമെങ്കിലും ഈ മെർജേഴ്സും അക്വിസിഷൻസൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് ഒരു ടൈം പീരീഡൊക്കെ ഉണ്ട്. അതായത് കമ്പൈൻഡ് ആയിട്ടുള്ള ആ ഒരു ഫേമിനെ ഈ ഒരു മെർജേഴ്സ് കൊണ്ടുള്ള ബെനിഫിറ്റ്സൊക്കെ അവൈലബിൾ ആവുന്ന ആ ഒരു ടൈമിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവാലുവേഷൻസൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ തോന്നിയ സമയത്തൊന്നും പോയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പറയുന്നത് the after-tax cash flows of the acquiring firm over the evaluation period is calculated. അക്വയറിംഗ് കമ്പനിയുടെ ടാക്സ് അടച്ചതിന് ശേഷമുള്ള ക്യാഷ് ഫ്ലോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റ് പറയുന്നത് ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് ഡിറ്റർമൈൻ. തേർഡ് പോയിന്റിൽ പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റ്സ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ഫോർത്ത് പോയിന്റ് പറയുന്നത് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഫ്ലോസ് ഓഫ് ദി അക്വയറിംഗ് ഫേം വിത്ത് out mergers using the discount rate determined above is to be calculated. അതായത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത ആ ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് ഈ ഒരു അക്വയറിംഗ് ഫേമിൻ്റെ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ദ പോസ്റ്റ് മെർജർ ക്യാഷ് ഫ്ലോസ് ഓഫ് ദി കമ്പൈൻഡ് ഫേം ഈസ് കാൽക്കുലേറ്റഡ്. മെർജറിന് ശേഷമുള്ള ആ ഒരു കമ്പൈൻഡ് ഫേമിൻ്റെ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. സിക്സ്ത് പോയിന്റ് പറയുന്നത് the ownership position of the shareholders of acquiring firm in the merged firm is determined. For this purpose is following models is applied. ഇതിൽ പറയുന്നത് ഈ ഒരു ഫേം കമ്പൈൻ ചെയ്തതിന് ശേഷം ആ ഫേമിലെ ഷെയർഹോൾഡേഴ്സിനുള്ള ഓണർഷിപ്പ് പൊസിഷൻ എന്താണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഒരു മോഡൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. OP is equal to, OP എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് പൊസിഷൻ is equal to NA divided by NA plus ER into NB. ഇതാണ് പറയുന്നത്. ഇതിൽ NA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേം എയിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്പറാണ് NA എന്ന് പറയുന്നത്. ഇതിൽ ഫേം എ അക്വയറിംഗ് ഫേമാണ്. അതുപോലെ NB എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ഫേം ബി. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേം ബിയിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്പേഴ്സിനെയാണ് NB എന്ന് പറയുന്നത്. ഇതിൽ ഫേം ബി എന്ന് പറയുന്നത് അക്വയേർഡ് ഓർ ടാർഗറ്റ് കമ്പനിയാണ്, ടാർഗറ്റ് ഫേമാണ്. ER എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേഷ്യോ. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ പറയുന്ന ന്യൂമറേറ്റർ ഇല്ലേ NA, അപ്പോൾ ന്യൂമറേറ്ററിലുള്ള NA ഡിനോട്ട് ചെയ്യുന്നത് അക്വയറിംഗ് ഫേമിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിൻ്റെ ഒക്കെ നമ്പേഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു മോഡലിലെ ഡിനോമിനേറ്ററിലുള്ള NA plus ER into NB ഡിനോട്ട് ചെയ്യുന്നത് കമ്പൈൻഡ് ഫേമിലെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിൻ്റെ നമ്പറിനെയാണ് എന്നാണ് പറയുന്നത്. ഫൈനലി കണ്ടുപിടിക്കാനുള്ളത് മെർജർ ഫേമിൻ്റെ NPV ആണ്. ദാറ്റ് ഈസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. മെർജർ ഫേമിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒരു മോഡൽ പറയുന്നുണ്ട്. NPV ഓഫ് A is equal to OP into PV into CF minus PVA. OP ഡിനോട്ട് ചെയ്യുന്നത് ഓണർഷിപ്പ് പൊസിഷനാണ്. PVCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് ഫേമിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് PVCF എന്ന് പറയുന്നത്. PVA എന്ന് പറയുന്നത് മെർജറിന് മുന്നേയുള്ള അക്വയറിംഗ് ഫേമിൻ്റെ ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്നാണ് പറയുന്നത്. അതിനെയാണ് PVA എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.